കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ പുതിയൊരു വേദവചന ചിന്തയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുടെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവ് യേശുക്രിസ്തു നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചു എന്നതുകൊണ്ട് തന്നെ നാമും കൂടുതൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് പലരും അങ്ങനെയല്ല ദൈവവചനത്തെ സമീപിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള വചനങ്ങളാണ് ഓരോരുത്തരും എടുക്കുന്നത്. പക്ഷെ അങ്ങനല്ല, നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ആത്മീയമായ ജീവിതം, യേശുവോടൊപ്പമുള്ള ജീവിതം കൂടുതൽ അർത്ഥവത്തും ധന്യതയുമുള്ളത് ആയിത്തീരുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നുമാണ്. അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഞാൻ ഈ വേദഭാഗം വായിച്ചതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈ പറഞ്ഞതിൻ്റെ പശ്ചാത്തലമായി എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് യേശുക്രിസ്തു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെയിരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരം എല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, ധാരാളം ഉപമകൾ ഈ ഒരു പശ്ചാത്തലത്തിൽ യേശു സംസാരിച്ചു എന്നാണ് ഈ വാക്യത്തിൻ്റെ സൂചന. എന്നിട്ട് യേശു പറഞ്ഞ വളരെ അറിയപ്പെടുന്നതായ ഉപമ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേർ ഇല്ലാകിയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ഈ കാര്യം വായിച്ചതിൻ്റെ കാരണം നമ്മൾ ആദ്യം വായിച്ച വാക്യത്തെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം, ഞാൻ ഈ വേദഭാഗം നിങ്ങളോട് ഒരു തവണ വളരെ ദീർഘമായി തന്നെ ഈ മോർണിംഗ് ഡ്യൂ സെഷന് തന്നെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഉപമയുടെ ദൈവരാജ്യ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു അവരോട് ഈ ഉപമകളായി സംസാരിച്ചത് എന്തിനാണ് എന്ന് ശിഷ്യന്മാർ ഒരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തിനാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത്? സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ അവർക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മർമ്മം ഈ ഉപമകളിലൂടെയാണ് കർത്താവ് യേശുക്രിസ്തു നമ്മളോട് വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം വേണമെന്ന് യേശു ആവശ്യപ്പെടുന്നത്? കാരണം മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അവനൊരു ഭൗതിക ജീവി ആയതുകൊണ്ട് എപ്പോഴും അവനിഷ്ടം ഭൗതികമായ കാര്യങ്ങൾ കേൾക്കാനാണ്. ഇപ്പോൾ ആത്മീയ പ്രഭാഷണങ്ങളിൽ പോലും ഭൗതികമായ കാര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവം നിങ്ങളുടെ അവസ്ഥയെ മാറ്റും, നിങ്ങൾ വാലല്ല തലയായിട്ട് മാറും, നിങ്ങൾക്ക് പുതിയ വീട് ലഭിക്കും, പുതിയ കാറ് ലഭിക്കും എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. ആ പ്രസംഗം മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. അതേസമയം തന്നെ ആത്മീയമായ കാര്യങ്ങൾ ഗ്രഹിച്ചറിയണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. എന്നാൽ ആ പ്രയാസം നമ്മൾ ഭാരപ്പെടേണ്ട ഒരു കാര്യമല്ല. മറിച്ച് യേശു ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് വരം ലഭിക്കണം. എന്തിനു വേണ്ടിയാ? ഈ മർമ്മങ്ങളെ ഗ്രഹിച്ചറിയാൻ വേണ്ടി. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് വളരെ പ്രധാനത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാനുള്ള ആ വരം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ ഈ വരം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. യേശു അത് ഉപമകളിലൂടെ അവർക്ക് വെളിപ്പെടുത്തി പറയുന്നത് കൊണ്ട് ഇത് വളരെ വേഗം മനസ്സിലാക്കുവാൻ അവർക്ക് ഇടയായിത്തീരും. ഈ വിധക്കാരൻ്റെ ഉപമ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ, യേശു ഉപമ പറഞ്ഞപ്പോൾ അവർക്ക് നന്നായിട്ട് മനസ്സിലായില്ല. പക്ഷേ അവർക്കൊരു വരം യേശു കൊടുത്തു, അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നതായ ഒരു വരം.
ഇന്ന് ദൈവസഭയുടെ ഒരു പ്രത്യേകത, അനേക ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആത്മീയ വചനങ്ങളെ പൊരുള് തിരിച്ച് തന്ന് സഹായിപ്പാൻ. ഇത് പഠിക്കുവാനുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. കാരണം ഇത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ്. ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഞാൻ ഇതിനോട് ചേർന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നില്ല. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്നുള്ള സൂചനയോടുകൂടിയാണ് ഇവിടെ യോഹന്നാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചം എന്താണ്? ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് വെളിച്ചം. അതുകൊണ്ടാണ് യേശുക്രിസ്തു സാക്ഷാൽ വെളിച്ചമാകുന്നത്. പക്ഷേ ആളുകൾക്ക് ഇത് ഗ്രഹിച്ചറിയാനുള്ള പ്രാപ്തിയില്ലായ്മ മൂലം, അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങൾ കേൾക്കാനുള്ള അവരുടെ ജിജ്ഞാസ കൂടുതൽ കാരണം ആത്മീയമായ കാര്യങ്ങൾ അവർ ഗ്രഹിക്കാൻ പ്രയാസപ്പെടുന്നു. പക്ഷേ ഇതിന് സഹായകരമായി കർത്താവ് യേശുവിനെ തന്നെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഒരിക്കലും ചിന്തിക്കരുത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ വേണ്ടി മാത്രമാണ് കർത്താവ് യേശുക്രിസ്തുവിനെ പിതാവ് അയച്ചതെന്ന്. അത് മാത്രമല്ല, ഈ വെളിച്ചത്തെ നമ്മളിലേക്ക് കൈമാറാനാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മാത്രമല്ല, അവൻ്റെ പഠിപ്പിക്കലുകളും നമുക്ക് ബാധകമായ കാര്യമാണ്. എന്നുമാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങിയതായ വചനം അപ്പോസ്തലന്മാരിൽ കൂടി പരിശുദ്ധാത്മാവ് പൂർത്തീകരിച്ചു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് അനേക ദൈവദാസന്മാരെ ദൈവം ഭൂമിയിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ കൂടെ എല്ലാം തന്നെ ദൈവം ഈ ഒരു ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെയാണ് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഏവരും ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കാനുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടെ ആയിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് വളരെയേറെ സഹായകരമായ ഒന്നായി മാറും. ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ദിവസങ്ങൾ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ അടുത്ത തുടർമാനമുള്ള പ്രഭാഷണങ്ങളിലേക്ക് കടക്കുന്നതാണ്. ഈ വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ചുള്ള ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മം എന്താണെന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നത്തെ ഈ മെസ്സേജിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ദൂത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായ കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുവാൻ ഉത്സാഹിക്കണം. പ്രത്യേകിച്ച് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച്. അതിന് ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെയും അതിനായി നിങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നു. അതെ, നമുക്കൊരാഗ്രഹമുണ്ടാകട്ടെ, കർത്താവെ, എനിക്ക് ആത്മീയ മർമ്മങ്ങളെ ഗ്രഹിപ്പാനുള്ള ആ ഒരു പ്രാപ്തി തരണമെന്ന് നമുക്കൊരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ നിത്യതയെ നമുക്ക് വേണ്ടി ഒരുക്കുവാൻ ഇടയാക്കി തീർക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതേ, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നു. അത് കർത്താവ് യേശുക്രിസ്തുവും അവൻ്റെ വചനവുമാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന പ്രാപ്തിക്കായി സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരും തന്നെ ഈ ദിവസങ്ങളിൽ ഈ ദൈവരാജ്യത്തിൻ്റെ ആ മർമ്മങ്ങളെ അറിഞ്ഞ്, കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ ആ മർമ്മങ്ങൾക്ക് അനുസൃതമായി, ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിപ്പാൻ നീ അവരെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയമായ കാര്യങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ സന്നദ്ധരാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ആൾ.